ശാന്തി 18/8/25 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഏതുപോലെ ബാബ ഗൈഡാണ് അതുപോലെ ഗൈഡായി എല്ലാവർക്കും വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം. അന്ധരുടെ ഊന്നുവടിയാകണം. ചോദ്യം: ഈ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട അനാദി ഡ്രാമയുടെ രഹസ്യം ഏതാണ്? അത് കുട്ടികളായ നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. ഉത്തരം: ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട അനാദി ഡ്രാമയാണ്. ഇതിൽ ഏതെങ്കിലും ആക്ടർ ആഡ് ആകുന്നതും സാധ്യമല്ല, ആരെങ്കിലും കുറയുന്നതും സാധ്യമല്ല. മോക്ഷം ആർക്കും തന്നെ ലഭിക്കുന്നില്ല. നമ്മൾ ഈ ആവാഗമനത്തിൻ്റെ ചക്രത്തിൽ വരാതിരിക്കണം എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ബാബു പറയുന്നു, അതെ, കുറച്ച് സമയത്തേക്ക് സാധിക്കും. എന്നാൽ പാർട്ടിൽ നിന്നും ആർക്കും തന്നെ പൂർണ്ണമായും ഒഴിവാകാൻ സാധിക്കില്ല. ഈ ഡ്രാമയുടെ രഹസ്യം കുട്ടികളായ നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾക്ക് ഇതറിയാം. ഭോലാനാഥൻ എന്ന് ആരെയാണ് പറയുന്നത്? നിങ്ങൾ സംഗമയുഗി കുട്ടികൾക്ക് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കലിയുഗി മനുഷ്യർ അംശം പോലും അറിയുന്നില്ല. ജ്ഞാനത്തിൻ്റെ സാഗരം ഒരു ബാബയാണ്. ആ ബാബ സൃഷ്ടിയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം മനസ്സിലാക്കിച്ചു തരുന്നു. തൻ്റെ തിരിച്ചറിവ് നൽകുന്നു. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. മുമ്പ് ഒന്നും അറിഞ്ഞിരുന്നില്ല. ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് വന്ന് ഭാരതത്തെ സ്വർഗമാക്കുന്നത്. പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. അത് ഇപ്പോൾ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അറിയുന്നുണ്ട്, നമ്മൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിൻ്റെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട നാടകമാണ്. ഒരു ആക്ടർ പോലും ചേർക്കപ്പെടുകയും സാധ്യമല്ല, കുറയുകയും സാധ്യമല്ല. എല്ലാവർക്കും അവരവരുടെ പാർട്ട് ലഭിച്ചിരിക്കുന്നു. മോക്ഷം നേടുവാൻ സാധിക്കില്ല. ആരെല്ലാം ഏത് ധർമ്മത്തിലേതാണോ പിന്നെ ആ ധർമ്മത്തിലേക്ക് പോകുന്നവരാണ്. ബൗദ്ധരോ ക്രിസ്ത്യൻസോ മറ്റോ നമ്മൾ സ്വർഗത്തിലേക്ക് പോകണം എന്ന ഇച്ഛ വച്ചാലും പോകുവാൻ സാധിക്കില്ല. അവരുടെ ധർമ്മസ്ഥാപകൻ വരുമ്പോഴാണ് അവർക്ക് പാർട്ടുള്ളത്. ഇത് കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. മുഴുവൻ ലോകത്തിലെയും മനുഷ്യർ ഈ സമയം നാസ്തികരാണ്. അതായത് പരിധിയില്ലാത്ത അച്ഛനെ അറിയാത്തവരാണ്. മനുഷ്യർ തന്നെ ആയിരിക്കുമല്ലോ അറിയുക. ഈ നാടകശാല മനുഷ്യരുടേതാണ്. ഓരോ ആത്മാവും നിർവാണധാമത്തിൽ നിന്നും പാർട്ട് അഭിനയിക്കുവാൻ വരുന്നു. പിന്നെ പുരുഷാർത്ഥം ചെയ്യുന്നു നിർവാണധാമത്തിലേക്ക് പോകുന്നതിന് വേണ്ടി. പറയുന്നുണ്ട്, ബുദ്ധൻ നിർവാണത്തിലേക്ക് പോയി. ഇപ്പോൾ ബുദ്ധൻ്റെ ശരീരമല്ല പോയത്, ആത്മാവാണ് പോയത്. പക്ഷേ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ആരും തന്നെ പോകുന്നില്ല. നാടകത്തിൽ നിന്നും മാറുവാൻ സാധിക്കില്ല. മോക്ഷം നേടുവാൻ സാധിക്കില്ല. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണല്ലോ. ചില മനുഷ്യർ മോക്ഷം ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതുപോലെ ജൈനന്മാർ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് അവരുടേതായ ആചാരങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ ഗുരുവുണ്ട്. അതിനെയാണ് അംഗീകരിക്കുന്നത്. ബാക്കി മോക്ഷം ആർക്കും തന്നെ ലഭിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ഡ്രാമയിലെ പാർട്ടുധാരിയാണ്. നമ്മൾ എപ്പോൾ വന്നു പിന്നെ എങ്ങനെ പോകും, ഇതാർക്കും തന്നെ അറിയില്ല. മൃഗങ്ങൾ അറിയുകയില്ലല്ലോ. മനുഷ്യരാണ് പറയുന്നത്, നമ്മൾ ആക്ടേഴ്സ്, പാർട്ടുധാരിയാണ്. ഇത് കർമ്മക്ഷേത്രമാണ്. ഇവിടെ ആത്മാക്കൾ വസിക്കുന്നു. അതിനെ കർമ്മക്ഷേത്രം എന്ന് പറയില്ല. അതാകട്ടെ നിരാകാരി ലോകമാണ്. അതിൽ യാതൊരു കളികളും ഇല്ല, ആക്റ്റും ഇല്ല. നിരാകാരി ലോകത്തിൽ നിന്നും സാകാരി ലോകത്തിലേക്ക് പാർട്ട് അഭിനയിക്കുന്നതിന് വരുന്നു.
അത് പിന്നീട് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. പ്രളയം ഒരിക്കലും ഉണ്ടാകുന്നില്ല. ശാസ്ത്രങ്ങളിൽ കാണിക്കുന്നു, മഹാഭാരത യുദ്ധത്തിൽ യാദവരും കൗരവരും മരിച്ചുപോയി. ബാക്കി 5 പാണ്ഡവർ അവശേഷിച്ചു. അവരും പർവ്വതങ്ങളിൽ പോയി ഉരുകി മരിച്ചു. ബാക്കി ഒന്നും അവശേഷിച്ചില്ല. ഇതിലൂടെ പ്രളയമുണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇരുന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് സമുദ്രത്തിൽ ആലിലയിൽ ഒരു കുട്ടി വിരൽ നുണഞ്ഞ് വന്നുവെന്ന്. ഇപ്പോൾ ഈ ഒന്നിൽ നിന്നും പിന്നെ ലോകം എങ്ങനെ ഉണ്ടാകുവാനാണ്? മനുഷ്യർ എന്തെല്ലാം കേൾക്കുന്നുവോ അത് സത്യം സത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ശാസ്ത്രങ്ങളിലും എന്തെല്ലാമാണ് എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങളാണ്. ഭക്തർക്ക് ഫലം നൽകുന്നവൻ ഒരേ ഒരു ഭഗവാനായ ബാബ തന്നെയാണ്. ചിലർ മുക്തിയിലേക്കും ചിലർ ജീവൻ മുക്തിയിലേക്കും പോകും. ഓരോ പാർട്ട്ധാരിയായ ആത്മാവിൻ്റെയും പാർട്ട് എപ്പോഴാണോ വരുന്നത് അപ്പോഴായിരിക്കും വീണ്ടും വരുന്നത്. ഈ ഡ്രാമയുടെ രഹസ്യം കുട്ടികളായ നിങ്ങളല്ലാതെ മറ്റാരും അറിയുന്നില്ല. പറയുന്നു, നമ്മൾ രചയിതാവിനെയും രചനയെയും അറിയുന്നില്ല. ഡ്രാമയിലെ ആക്ടേഴ്സ് ആയിരിക്കവേ ഡ്രാമയുടെ ആദ്യ മധ്യ അന്ത്യത്തെയും ഡ്യൂറേഷനും അറിയുന്നില്ലെങ്കിൽ അവിവേകികൾ എന്നല്ലേ പറയുക? മനസ്സിലാക്കിച്ചു കൊടുത്തിട്ടും മനസ്സിലാക്കുന്നില്ല. 84 ലക്ഷം എന്ന് മനസ്സിലാക്കുന്നത് കാരണം ഡ്യൂറേഷനും 1,00,000 വർഷങ്ങൾ എന്ന് നൽകിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ നമ്മൾ അങ്ങിൽ നിന്നും കൽപ്പകൽപ്പങ്ങളിൽ വന്ന് സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദവി നേടുന്നു. 5000 വർഷം മുമ്പും അങ്ങേ കണ്ടുമുട്ടിയിരുന്നു, പരിധിയില്ലാത്ത സമ്പത്ത് നേടുവാൻ. യഥാ രാജാ റാണി തഥാ പ്രജ, എല്ലാവരും വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. പ്രജയും പറയും, നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാണ്. നിങ്ങൾ എപ്പോൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നോ ആ സമയം ചന്ദ്രവംശി രാജ്യം ഉണ്ടായിരിക്കുന്നില്ല. കുട്ടികളായ നിങ്ങൾ ഡ്രാമയുടെ മുഴുവൻ ആദ്യ മധ്യ അന്ത്യത്തെ അറിയുന്നു. മനുഷ്യർ ഭക്തിമാർഗത്തിൽ ആരുടെ പൂജ ചെയ്യുന്നോ ആ ഒന്നിനെയും അറിയുന്നില്ല. ആരുടെ ഭക്തിയാണോ ചെയ്യേണ്ടത് ആ ഒന്നിൻ്റെ ബയോഗ്രഫിയും അറിയേണ്ടതാണ്. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ സർവരുടെയും ബയോഗ്രഫി ബാബയിലൂടെ അറിയുന്നു. നിങ്ങൾ ബാബയുടേതായി കഴിഞ്ഞു. ബാബയുടെ ബയോഗ്രഫി അറിയാം. അത് പിതാവാണ്, പതീത പാവനൻ, ലിബറേറ്റർ, ഗൈഡാണ്. നിങ്ങളെ പാണ്ഡവർ എന്ന് പറയുന്നു. നിങ്ങൾ എല്ലാവരുടെയും ഗൈഡാകുന്നു, അന്ധരുടെ ഊന്നുവടിയാകുന്നു, എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കുവാൻ. എങ്ങനെയാണോ ബാബ ഗൈഡാകുന്നത് അതുപോലെ കുട്ടികളായ നിങ്ങൾക്കും ആകണം. എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ആത്മാവാണ്, അത് പരമാത്മാവാണ്. ആ ഒന്നിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. ഭാരതത്തിൽ പരിധിയില്ലാത്ത രാജ്യമുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിൻ്റെ സമ്പത്ത് നേടുന്നു. അതായത് മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നു. നമ്മൾ തന്നെയാണ് ദേവതകളായിരുന്നത്. പിന്നീട് 84 ജന്മമെടുത്ത് ശൂദ്രനായി. ബാബ വന്ന് ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനാക്കുന്നു. യജ്ഞത്തിൽ ബ്രാഹ്മണർ തീർച്ചയായും വേണം. ഇത് ജ്ഞാനയജ്ഞമാണ്. ഭാരതത്തിൽ വളരെയധികം യജ്ഞങ്ങൾ രചിക്കുന്നു. ഇതിൽ വിശേഷിച്ച് ആര്യ സമാജികൾ വളരെയധികം യജ്ഞം രചിക്കുന്നു. ഇപ്പോൾ ഇതാകട്ടെ രുദ്രജ്ഞാനയജ്ഞമാണ്. ഇതിൽ മുഴുവൻ പഴയ ലോകവും സ്വാഹയാകണം. ഇപ്പോൾ ബുദ്ധി കൊണ്ട് കാര്യം ചെയ്യേണ്ടി വരുന്നു. കലിയുഗത്തിലാണെങ്കിൽ ധാരാളം മനുഷ്യരുണ്ട്. ഇത്രയും മുഴുവൻ പഴയ ലോകവും സമാപ്തമാകും. ഒരു വസ്തു പോലും ഉപയോഗത്തിൽ വരാൻ പോകുന്നില്ല. സത്യയുഗത്തിൽ പിന്നെ എല്ലാം പുതിയതായിരിക്കും. ഇവിടെയാണെങ്കിൽ എത്ര മലിനമാണ്. മനുഷ്യർ എത്ര മലിനമായിരിക്കുന്നു. ധനികർ
വലിയ നല്ല കൊട്ടാരങ്ങളിൽ കഴിയുന്നു. ദരിദ്രരാകട്ടെ പാവങ്ങൾ മാലിന്യത്തിൽ കുടിലുകളിൽ കിടക്കുകയാണ്. ഇപ്പോൾ ഈ കുടിലുകളെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് മറ്റൊരു സ്ഥലം നൽകി ആ സ്ഥലം പിന്നെ വിറ്റുകൊണ്ടിരിക്കുന്നു. എഴുന്നേൽക്കുന്നില്ലെങ്കിൽ, അതായത് മാറിപ്പോകുന്നില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് മാറ്റുന്നു. ദരിദ്രർ വളരെ ദുഃഖിതരാണ്. ആരാണോ സുഖമുള്ളവർ അവരും സ്ഥായിയായ സുഖമുള്ളവരല്ല. അഥവാ സുഖം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് കാക്കകാഷ്ടത്തിന് സമാനമായ സുഖമാണ് എന്നെന്തുകൊണ്ട് പറയുന്നു? ശിവഭഗവാൻ ഉവാച: ഞാൻ ഈ മാതാക്കളിലൂടെ സ്വർഗത്തിൻ്റെ കവാടം തുറന്നുകൊണ്ടിരിക്കുന്നു. മാതാക്കളിൽ കലശം വെച്ചിരിക്കുന്നു. അവർ പിന്നെ എല്ലാവരെയും ജ്ഞാനാമൃതം കുടിപ്പിക്കുന്നു. എന്നാൽ നിങ്ങളുടേത് പ്രവൃത്തി മാർഗമാണ്. നിങ്ങളാണ് സത്യമായ ബ്രാഹ്മണർ. അപ്പോൾ എല്ലാവരെയും ജ്ഞാനചിതയിൽ ഇരുത്തുന്നു. ഇപ്പോൾ നിങ്ങൾ ദൈവിക സമ്പ്രദായമാകുന്നു. ആസുരീയ സമ്പ്രദായം എന്നാൽ രാവണരാജ്യം. ഗാന്ധിജിയും പറയുമായിരുന്നു രാമരാജ്യം ഉണ്ടാകട്ടെ എന്ന്. വിളിക്കുന്നുണ്ട്, ഹേ പതീത പാവന വരൂ. പക്ഷേ സ്വയം പതീതമാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ബാബ കുട്ടികളെ സുബോധമുള്ളവരാക്കുന്നു. നിങ്ങൾ ഘോര അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് വന്നിരിക്കുന്നു. മനുഷ്യരാണെങ്കിൽ മനസ്സിലാക്കുന്നു ഗംഗാ സ്നാനം ചെയ്യുന്നതിലൂടെ പാവനമായി മാറും എന്ന്. അതേപോലെ ഗംഗയിൽ ഹരിദ്വാറിലെ മുഴുവൻ മാലിന്യവും പതിക്കുന്നു. ചിലയിടങ്ങളിൽ പിന്നെ ആ മാലിന്യം മുഴുവൻ കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. സത്യയുഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അവിടെയാണെങ്കിൽ ധാന്യം വളരെയധികം ഉണ്ടായിരിക്കും. ധനം ചിലവഴിക്കേണ്ടി വരുന്നില്ല. ബാബ അനുഭവിയാണല്ലോ. പണ്ട് ധാന്യങ്ങൾ എത്ര വിലക്കുറവായിരുന്നു. സത്യയുഗത്തിൽ വളരെ കുറച്ച് മനുഷ്യരേ ഉള്ളൂ. ഓരോ വസ്തുവും വിലക്കുറവായിരിക്കും. അതിനാൽ ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾക്ക് പതീതത്തിൽ നിന്നും പാവനമാകണം. വളരെ സഹജമായ യുക്തി പറഞ്ഞു തരുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ആത്മാവിൽ തന്നെ കലർപ്പ് ചേരുന്നതിലൂടെ മുക്കുപണ്ടമായി. ആരാണോ പവിഴ ബുദ്ധിയായിരുന്നത് അവർ തന്നെ ഇപ്പോൾ കല്ല് ബുദ്ധിയായിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ ബാബയുടെ അടുക്കൽ കല്ലുനാഥനിൽ നിന്നും പവിഴനാഥൻ ആകുവാൻ വന്നിരിക്കുന്നു. പരിധിയില്ലാത്ത ബാബ നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. അതും ഗോൾഡൻ ഏജ്ഡ് വിശ്വത്തിൻ്റെ. ഇത് അയൺ ഏജ്ഡ് വിശ്വമാണ്. ബാബ ഇരുന്ന് കുട്ടികളെ പാരസ്പുരിയുടെ അധികാരിയാക്കി മാറ്റുന്നു. നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള ഇത്രയും കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും മറ്റും ഒരു ഉപയോഗത്തിലും വരില്ല. എല്ലാം ഇല്ലാതായി പോകും. ഇവിടെ എന്താണ് വെച്ചിട്ടുള്ളത്? അമേരിക്കയുടെ പക്കൽ എത്ര സ്വർണമുണ്ട്. ഇവിടെയാണെങ്കിൽ മാതാക്കളുടെ അടുക്കൽ കുറച്ചൊക്കെ ഉള്ള സ്വർണവും എടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് പണയത്തിൽ സ്വർണം കൊടുക്കേണ്ടി വരുന്നു. നിങ്ങളുടെ അടുക്കൽ അവിടെ സ്വർണം തന്നെ സ്വർണമായിരിക്കും. ഇവിടെ കവടികൾ, അവിടെ വജ്രങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനെ പറയുന്നത് തന്നെ അയൺ ഏജ് എന്നാണ്. ഭാരതം തന്നെയാണ് അവിനാശി ഖണ്ഡം. ഒരിക്കലും വിനാശം ആകുന്നില്ല. ഭാരതമാണ് ഏറ്റവും ഉയർന്നതിലും ഉയർന്നത്. നിങ്ങൾ മാതാക്കൾ മുഴുവൻ വിശ്വത്തെയും ഉദ്ധരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും പുതിയ ലോകം വേണ്ടതാണ്. പഴയ ലോകത്തിൻ്റെ വിനാശം ആവശ്യമാണ്. എത്ര മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ശരീര നിർവഹണാർത്ഥം തൊഴിലും മറ്റും ചെയ്യേണ്ടതുണ്ട്. ഒന്നും ഉപേക്ഷിക്കേണ്ടതില്ല. ബാബ പറയുന്നു, എല്ലാം ചെയ്തുകൊണ്ടും എന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ഭക്തിമാർഗത്തിലും നിങ്ങൾ പ്രിയതമനായ എന്നെ ഓർമ്മിച്ചു വന്നു. നമ്മളെ വന്ന് കരപ്പിൽ നിന്നും വെളിപ്പാക്കൂ എന്ന് ആ ഒന്നിനെ യാത്രക്കാരൻ എന്ന് പറയുന്നു. നിങ്ങളെല്ലാവരും യാത്രക്കാരാണല്ലോ. നിങ്ങളുടെ വീട് അതാണ്. അവിടെ എല്ലാ ആത്മാക്കളും നിവസിക്കുന്നു.
നിങ്ങൾ സർവരെയും ജ്ഞാനചിതയിൽ ഇരുത്തുന്നു. സർവകണക്കുകളും സമാപ്തമാക്കി പോകുന്നവരാണ്. പിന്നെ പുതിയതായി നിങ്ങൾ വരും. എത്ര ഓർമ്മയിലിരിക്കുമോ അത്രയും പവിത്രമാകും, ഉയർന്ന പദവിയും നേടും. മാതാക്കൾക്കാണെങ്കിൽ ഒഴിവ് സമയമുണ്ടായിരിക്കും. മെയിൽസിൻ്റെ ബുദ്ധി തൊഴിലിൻ്റെയും മറ്റും ഭാഗത്തേക്ക് ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ബാബ കലശവും മാതാക്കളിലാണ് വച്ചിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ സ്ത്രീയോട് പറയുന്നു, പതി തന്നെയാണ് നിങ്ങളുടെ ഈശ്വരനും ഗുരുവും സർവ്വതും. നിങ്ങൾ അയാളുടെ ദാസിയാണ്. ഇപ്പോൾ പിന്നെ ബാബ മാതാക്കളായ നിങ്ങളെ എത്ര ഉയർന്നതാക്കി മാറ്റുന്നു. നിങ്ങൾ നാരിമാർ തന്നെയാണ് ഭാരതത്തെ ഉദ്ധരിക്കുന്നത്. ചിലരൊക്കെ ബാബയോട് ചോദിക്കുന്നു, ആപാഗമനത്തിൽ നിന്നും, അതായത് ജനിമൃതിയിൽ നിന്നും മുക്തമാകുവാൻ സാധിക്കുമോ? ബാബ പറയുന്നു, അതെ, കുറച്ച് സമയത്തേക്ക് വേണ്ടി. കുട്ടികളായ നിങ്ങൾ ഓൾറൗണ്ടായി ആദ്യം മുതൽ അന്തിമം വരെ പാട്ട് അഭിനയിക്കുന്നു. മറ്റാരെല്ലാം ഉണ്ടോ അവർ മുക്തിധാമത്തിൽ ഇരിക്കുന്നു. അവരുടെ പാട്ട് തന്നെ അല്പമാണ്. അവർ സ്വർഗത്തിലേക്ക് പോകുന്നവരല്ല. ആരാണോ അന്തിമത്തിൽ വരികയും പോവുകയും ചെയ്തത്, അതിനെ ആവാഗമനത്തിൽ നിന്ന് മോക്ഷം എന്ന് പറയാം. ജ്ഞാനവും മറ്റും കേൾക്കുവാൻ സാധിക്കില്ല. ആരാണോ തുടക്കം മുതൽ അന്തിമം വരെ പാട്ട് അഭിനയിക്കുന്നത്, അവരാണ് കേൾക്കുന്നത്. ചിലർ പറയുന്നു, നമുക്ക് ഇതാണ് ഇഷ്ടം, നമ്മൾ അവിടെ തന്നെ ഇരിക്കട്ടെ. ഇങ്ങനെ ഉണ്ടാവുക സാധ്യമല്ല. ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. പോയ ശേഷം അന്തിമത്തിൽ തീർച്ചയായും വരും. ബാക്കി മുഴുവൻ സമയവും ശാന്തിധാമത്തിൽ ഇരിക്കുന്നു. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സത്യം സത്യമായ ബ്രാഹ്മണനായി എല്ലാവരെയും ജ്ഞാനാമൃതം കുടിപ്പിക്കണം, ജ്ഞാനചിതയിൽ ഇരുത്തണം. ശരീര നിർവഹണാർത്ഥം തൊഴിൽ ആദിയായവ ചെയ്തുകൊണ്ടും പതീതത്തിൽ നിന്നും പാവനമാകുന്നതിനായി ബാബയുടെ ഓർമ്മയിലിരിക്കണം. എല്ലാവർക്കും ബാബയുടെ ഓർമ്മ വരുത്തണം. വരദാനം: വിശേഷതകളുടെ ദാനത്തിലൂടെ മഹാനാകുന്ന മഹാദാനിയായി ഭവിക്കട്ടെ. ജ്ഞാനദാനം എല്ലാവരും ചെയ്യുന്നു. എന്നാൽ വിശേഷ ആത്മാക്കളായ താങ്കൾ തൻ്റെ വിശേഷതകൾ ദാനം ചെയ്യണം. ആര് തന്നെ താങ്കളുടെ മുന്നിൽ വന്നാലും അവർക്ക് താങ്കളിൽ നിന്നും ബാബയുടെ സ്നേഹത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. താങ്കളുടെ മുഖത്തിലൂടെ ബാബയുടെ ചിത്രവും പെരുമാറ്റത്തിലൂടെ ബാബയുടെ ചരിത്രവും കാണപ്പെടണം. താങ്കളുടെ വിശേഷതകൾ കാണുമ്പോൾ അവർ വിശേഷ ആത്മാവാകുന്നതിനുള്ള പ്രേരണ പ്രാപ്തമാക്കണം. ഇങ്ങനെയുള്ള മഹാദാനിയാകൂ. അപ്പോൾ ആദ്യം മുതൽ അന്തിമം വരെ പൂജ്യ അവസ്ഥയിലും പൂജാരി അവസ്ഥയിലും മഹാനായിരിക്കും. സ്ലോഗൻ: സദാ ആത്മാഭിമാനിയായി ഇരിക്കുന്നവർ തന്നെയാണ് ഏറ്റവും വലിയ ജ്ഞാനി. അവ്യക്ത സൂചന: സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. ആരാണോ സദാ ബാബയുടെ ഓർമ്മയിൽ ലവ്ലീൻ ആയിരുന്ന് ഞാനെന്ന ഭാവത്തിൻ്റെ ത്യാഗവൃത്തിയിൽ ഇരിക്കുന്നത്, അവരിലൂടെ തന്നെയാണ് ബാബ കാണപ്പെടുന്നത്. കുട്ടികളായ നിങ്ങൾ നോളജിൻ്റെ ആധാരത്തിലൂടെ ബാബയുടെ ഓർമ്മയിൽ ലയിച്ചു ചേരുന്നു. അപ്പോൾ ഈ ലയിച്ചു ചേരൽ തന്നെയാണ് ലവ്ലീൻ സ്ഥിതി. എപ്പോഴാണോ സ്നേഹത്തിൽ ലീനമാകുന്നത്, അതായത് സ്നേഹത്തിൽ മഗ്നമാകുന്നത്, അപ്പോൾ ബാബയ്ക്ക് സമാനമായി മാറുന്നു. ഓം ശാന്തി. മെഡിറ്റേഷൻ. ശുദ്ധ സ്വരൂപമായ ആത്മചൈതന്യത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ
സ്ഥിരമാക്കുന്നു. മസ്തക മധ്യത്തിൽ നക്ഷത്ര സമാനം തിളങ്ങുന്ന ആത്മജ്യോതിയിൽ മനസ്സ് സ്ഥിരമാകുമ്പോൾ അജ്ഞാനത്തിൻ്റെ ആവരണത്താൽ മറഞ്ഞിരുന്ന ആത്മാനുഭവം എന്നിൽ ഉദയം ചെയ്യുന്നു. ശാന്തിയും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ സ്വാഭാവിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ജീവിതത്തെ ആത്യന്തികമായ ധന്യതയിൽ എത്തിക്കുന്ന പരമാത്മാ സംഘത്തിൻ്റെ ശ്രേഷ്ഠ അനുഭവത്തിനായി പരമാത്മാവിൻ്റെ സമീപത്ത് മനസ്സുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. സർവ ദുഃഖങ്ങളെയും ഹരിക്കുന്ന സർവ സൗഭാഗ്യങ്ങളും നേടിത്തരുന്ന ശിവ സാന്നിധ്യത്തിൻ്റെ മംഗളദായി അനുഭവത്തിൽ ഞാൻ ലീനമാകുന്നു. ഈ പരമാത്മാ കൂടിക്കാഴ്ചയിലൂടെ അതിരറ്റ ആനന്ദം അനുഭവിക്കുമ്പോൾ മനസ്സിലെ എല്ലാ ഭയവും ശോകവും ഒഴിഞ്ഞു പോകുന്നു. ഈ അതിശ്രേഷ്ഠ പരമാത്മാ സംഘം എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ സംസ്കാരങ്ങളെ ദിവ്യവും അതിശ്രേഷ്ഠവുമാക്കി മാറ്റുന്നു. ഈശ്വര സാമീപ്യത്തിൻ്റെ മധുരമായ സുഖവും ആനന്ദവും നുകർന്നുകൊണ്ട് ശാന്തവും സുഖമയവും സ്നേഹസമ്പന്നവും ശക്തിസമ്പന്നവുമായ സ്ഥിതി കൈവരിച്ച് ഭൃഗുടി മധ്യത്തിലേക്ക് ഞാൻ അവതരിക്കുന്നു. അരുണഭാസുരം ജ്ഞാനസാഗരം സ്നേഹചാമരം പുണ്യശീകരം ഹൃദയസാന്ത്വനം പരമപാവനം കരുണാസേ
ഭുവനമോഹനം സുകൃതവാഹനം അമൃതദോഹനം പതിതമോചനം ഹൃദയഭൂഷണം മധുരഭാ